Hi all, welcome to the new lecture of discrete mathematics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ലാറ്റിസസിനെ കുറിച്ചാണ്. അതായത് ഒരു ലാറ്റിസസിൻ്റെ സബ്സെറ്റായിട്ട് വരുന്ന ലാറ്റിസസ്, അതിനെയാണ് നമ്മൾ സബ് ലാറ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണ്, അതുമായി ബന്ധപ്പെട്ട തിയറമുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡ്യുവൽ, ഒരു ലാറ്റീസിൻ്റെ ഡ്യുവൽ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സബ് ലാറ്റീസാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡെഫിനിഷൻ നോക്കാം. A non-empty subset S of a lattice is called a sublattice of L if for AB element of S, A conjunction B and A disjunction B element of S. അതിൻ്റെ അർത്ഥം, നമ്മൾ ഒരു ലാറ്റിസ് L എടുക്കുക, Lലെ ഇൻഫിമമായിട്ട് എടുക്കുന്നത് കൺജങ്ഷനും സുപ്രീമമായിട്ട് എടുക്കുന്നത് ഡിസ്ജങ്ഷനാണ്. ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്നാണ്. ഓക്കെ, ഇൻഫിമം എന്ന് ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെ ഇൻഫിമം എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇൻഫിമം മീൻസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്. ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്. സുപ്രീമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീസ്റ്റ് അപ്പർ ബോണ്ട്. ഓക്കെ, അപ്പോൾ ചില ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയും പറയാറുണ്ട്. അപ്പോൾ കൺജങ്ഷനാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിന് യൂസ് ചെയ്യുക, ഡിസ്ജങ്ഷനാണ് നമ്മൾ ലീസ്റ്റ് അപ്പർ ബോണ്ടിന് യൂസ് ചെയ്യുക. അതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ലാറ്റീസിൻ്റെ സബ്സെറ്റ് എടുക്കുക, ഒരു ലാറ്റീസിൻ്റെ സബ്സെറ്റ് എടുക്കുക. ആ സബ്സെറ്റിനെ ഒരു സബ് ലാറ്റീസ് എന്ന് പറയണമെങ്കിൽ ആ സബ്സെറ്റിലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അത് തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും ആ സെറ്റിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സെറ്റിനെ നമ്മൾ എന്ത് പറയും? ആ സബ്സെറ്റിനെ ഈ തന്നിരിക്കുന്ന ലാറ്റീസിൻ്റെ ഒരു സബ് ലാറ്റീസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമുക്കറിയാം, ഇപ്പോൾ L ഒരു ലാറ്റീസ് ആണെങ്കിൽ L തന്നെ Lൻ്റെ ഒരു സബ്സെറ്റാണ്. മാത്രമല്ല അത് ലാറ്റീസും കൂടെയാണ്. L ലാറ്റീസ് ആയതുകൊണ്ട് Lൻ്റെ സബ്സെറ്റ് ആയിട്ടുള്ള L തന്നെ ഒരു ലാറ്റീസ് ആയിരിക്കും. സോ ഏതൊരു സെറ്റിനും ഏതൊരു ലാറ്റീസിനും അത് തന്നെ ഒരു സബ് ലാറ്റീസ് ആയിരിക്കും. ഏതൊരു സെറ്റിനും അത് തന്നെ ഒരു സബ്സെറ്റ് ആയിരിക്കും എന്ന് പറയുന്നത് പോലെ ഏതൊരു സെറ്റിനും അത് തന്നെ ഒരു സബ് ലാറ്റീസ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മൾ A = 1, 2, 5, 10 എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുക. ഇവിടെ നമ്മൾ ഡിവിസിബിലിറ്റി റിലേഷൻ എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ 1ഉം 2ഉം മാത്രമാണ്. ഇപ്പോൾ ഞാൻ A1 എന്ന് പറഞ്ഞൊരു സെറ്റ് എടുക്കുകയാണ്, 1ഉം 5ഉം വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിച്ചു? ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് 1,5 എന്താണ്? ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് 1,5 ഈസ് 1 ആണ്. ഓക്കെ, ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് 1,5 എന്താ? ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് 1,5 5 ആണ്. ഇത് രണ്ടും എവിടെയുണ്ട്? ഇത് രണ്ടും A1ലുണ്ട്. 1 ഈസ് എലമെന്റ് ഓഫ് A1, 5 ഈസ് എലമെന്റ് ഓഫ് A1. അതുകൊണ്ട് A1 ഈസ് എ സബ് ലാറ്റീസ് ഓഫ് A എന്ന് പറയാം. A1 ഈസ് എ സബ് ലാറ്റീസ് ഓഫ് A. ഇനി നമ്മൾ B എന്ന് പറയുന്ന വേറൊരു സെറ്റ് ചെയ്യാൻ എടുക്കുകയാണ്, 1, 2, 5. B എന്താണ്? Aയുടെ ഒരു സബ്സെറ്റ് ആണ്. 1, 2, 5. Aയിൽ 1, 2, 5, 10ഉം കൂടെ ഉണ്ട്. Bയിൽ 10 ഇല്ല. അപ്പോൾ B ഈസ് എ സബ്സെറ്റ് ഓഫ് A ആണ്. ഇനി ഇതിൽ ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് 2,5 എന്താ വരിക? 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 5 ആണ്. 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 5 ആണ്. പക്ഷേ 2 ഈസ് റിലേറ്റഡ് ടു 10ഉമാണ്, 5 ഈസ് റിലേറ്റഡ് ടു 10 ആണ്. ഇവിടെ റിലേഷൻ ഡിവിസിബിലിറ്റി ആണ്. അതായത് 2 ഡിവൈഡ്സ് 10 ആണ്, 5 ഡിവൈഡ്സ് 10 ആണ്. 2നും 5നും ഇടയിൽ മറ്റൊരു എലമെന്റിനെ 2ഉം, ഇപ്പോൾ there does not exist C element of B such that 2 divides C and 5 divides C. 2ഉം 5ഉം ഡിവൈഡ് ചെയ്യുന്ന ഒരു എലമെന്റ് C എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് 10 ഈസ് ദ ലീസ്റ്റ് അപ്പർ ബോണ്ട്. 10 ആണ് എന്ത്? ലീസ്റ്റ് അപ്പർ ബോണ്ട്. ഏതിൻ്റെ ലീസ്റ്റ് അപ്പർ ബോണ്ട്? 2ൻ്റെയും 5ൻ്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് 10 ആണ്. അതായത് 2 ഡിസ്ജങ്ഷൻ 5 എന്ന് പറയുന്നത് 10 ആണ്. പക്ഷെ 10 എവിടെ ഇല്ല? 10 Bയിലില്ല. അതുകൊണ്ട് പക്ഷെ B എന്താണ്? Aയുടെ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് B ഈസ് നോട്ട് എ സബ് ലാറ്റീസ്. B ഈസ് നോട്ട് എ സബ് ലാറ്റീസ്. അപ്പോൾ സബ് ലാറ്റീസ് ആവണമെങ്കിൽ ആ സബ്സെറ്റിലെ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അത് തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും അതിനകത്ത് ഉണ്ടാവണം. പക്ഷെ ഇവിടെ നമ്മൾ 2ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ 2,5ൻ്റെ ലീസ്റ്റ് അപ്പർ ബോണ്ട് എവിടെ ഇല്ല? Bക്കകത്ത് ഇല്ല. അതുകൊണ്ട് B എന്താവില്ല? B ഒരു സബ് ലാറ്റീസ് ആവില്ല. ഓക്കെ, ഇനി നമ്മൾ പഠിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് തിയറമാണ്. ഏത് രണ്ട് സബ് ലാറ്റീസസ് എടുത്താലും, ഇപ്പോൾ ഒരു ലാറ്റീസിൻ്റെ ഏത് രണ്ട് സബ് ലാറ്റീസസ് എടുത്താലും അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷനും ഒരു
സബ് ലാറ്റിസ് ആയിരിക്കും. അത് തമ്മിലുള്ള ഇൻ്റർസെക്ഷനും എന്തായിരിക്കും? ഒരു സബ് ലാറ്റിസ് ആയിരിക്കും. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? ഒരു സബ് ലാറ്റിസ് ആയിരിക്കും. ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനൊരു ലാറ്റിസ് എടുത്തു L അണ്ടർ സം റിലേഷൻ R ആണെന്ന് വിചാരിക്കും. R ഇസ് എ പാർഷ്യൽ ഓർഡർ റിലേഷൻ. L ഒരു ലാറ്റിസ് ആണ്. Lന്റെ രണ്ട് സബ് ലാറ്റിസസ് എടുക്കുക. ഒന്ന് K1 ഒന്ന് K2. L ആണ് നമ്മുടെ മെയിൻ ലാറ്റിസ്. അതിൻ്റെ രണ്ട് സബ് ലാറ്റിസസ് ഞാൻ എടുത്തു. ഒന്ന് K1 ഒന്ന് K2. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് K1 ഇൻ്റർസെക്ഷൻ K2. അത് K1ൻ്റെയും K2ൻ്റെയും കോമൺ എലമെൻറ്റ്സ് വെച്ച് ഫോം ചെയ്യുന്ന സെറ്റ്. അത് Lന്റെ ഒരു സബ്സെറ്റ് തന്നെയായിരിക്കും. ആ സബ്സെറ്റ് ഒരു സബ് ലാറ്റിസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ആ സബ്സെറ്റ് ഒരു, അതായത് K1 ഇൻ്റർസെക്ഷൻ K2 എന്ന് പറയുന്നിട്ടുള്ള സബ്സെറ്റ് Lന്റെ ഒരു സബ് ലാറ്റിസ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് നോക്കാം. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്നത് K1 ഇൻ്റർസെക്ഷൻ K2ലെ ഏത് രണ്ട് എലമെൻറ്റ്സ് എടുത്താലും അതിൻ്റെ ലീസ്റ്റ് അപ്പർ ബോണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും K1 ഇൻ്റർസെക്ഷൻ K2ൽ ഉണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ രണ്ട് എലമെൻറ്റ്സ് എടുത്തു ആർബിട്രറി ആയിട്ട്. ഒന്ന് എക്സ്, ഒന്ന് വൈ. എക്സും വൈയും എവിടെയുണ്ട്? K1 ഇൻ്റർസെക്ഷൻ K2ലുണ്ട്. അതിൻ്റെ അർത്ഥം എക്സും വൈയും K1ലും ഉണ്ടാകും, എക്സും വൈയും K2ലും ഉണ്ടാകും. അതായത് ഇൻ്റർസെക്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റിലും ഉണ്ട് എന്നാണ്. അപ്പോൾ K1 ഇൻ്റർസെക്ഷൻ K2ൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ K1ലും ഉണ്ട്, K2ലും ഉണ്ട്. അപ്പോൾ എക്സും വൈയും എവിടെയുണ്ട്? K1 ഇൻ്റർസെക്ഷൻ K2ലുണ്ട്. അതിൻ്റെ അർത്ഥം എക്സും വൈയും K1ലും ഉണ്ട്, എക്സും വൈയും K2ലും ഉണ്ട്. ഇവിടെ K1ഉം K2ഉം സബ് ലാറ്റിസസ് ആണ്. അതുകൊണ്ട് എക്സും വൈയും K1ൽ ഉണ്ടെങ്കിൽ എക്സ് കൺജങ്ഷൻ വൈയും K1ൽ ഉണ്ടാവും, എക്സ് ഡിസ്ജങ്ഷൻ വൈയും K1ൽ ഉണ്ടാവും. ഇപ്പോൾ K1 ആണ്. ഓക്കെ, അതായത് K1 ഒരു സബ് ലാറ്റിസ് ആണ്. K1 സബ് ലാറ്റിസ് ആയതുകൊണ്ട് K1ൽ ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ കൺജക്ഷനും ഡിസ്ജങ്ഷനും അതിനകത്ത് ഉണ്ടാവും. അതായത് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും. അപ്പോൾ എക്സും വൈയും K1ൽ ഉള്ളതുകൊണ്ട് എക്സ് കൺജങ്ഷൻ വൈ K1ൽ ഉണ്ടാകും, എക്സ് ഡിസ്ജങ്ഷൻ വൈയും K1ൽ ഉണ്ടാവും. അതുപോലെ എക്സും വൈയും K2ലും ഉണ്ട്. K2ഉം സബ് ലാറ്റിസ് ആണ്. അതുകൊണ്ട് എക്സ് കൺജങ്ഷൻ വൈ K2ലും ഉണ്ടാകും, എക്സ് ഡിസ്ജങ്ഷൻ വൈയും K2ലും ഉണ്ടാകും. അപ്പോൾ എക്സ് കൺജങ്ഷൻ വൈ K1ലും ഉണ്ട്, K2ലും ഉണ്ട്. അതുകൊണ്ട് എക്സ് കൺജങ്ഷൻ വൈ K1ലും ഉണ്ട്, K2ലും ഉണ്ട്. അതുകൊണ്ട് എക്സ് കൺജങ്ഷൻ വൈ K1 ഇൻ്റർസെക്ഷൻ K2ൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും എക്സ് കൺജങ്ഷൻ വൈ എവിടെയുണ്ട്? K1 ഇൻ്റർസെക്ഷൻ K2ലുണ്ട്. അപ്പോൾ K1 ഇൻ്റർസെക്ഷൻ K2ൽ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് അതിനകത്തുണ്ട്. അതുപോലെ എക്സ് ഡിസ്ജങ്ഷൻ വൈയും K1ലും ഉണ്ട്, K2ലും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് ഡിസ്ജങ്ഷൻ വൈ K1 ഇൻ്റർസെക്ഷൻ K2ൽ ഉണ്ടാകും. അതുകൊണ്ട് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും K1 ഇൻ്റർസെക്ഷൻ K2ൽ ഉണ്ടാകും, ലീസ്റ്റ് അപ്പർ ബോണ്ടും K1 ഇൻ്റർസെക്ഷൻ K2ൽ ഉണ്ടാവും. അതുകൊണ്ട് K1 ഇൻ്റർസെക്ഷൻ K2 ഈസ് ആൾസോ എ സബ് ലാറ്റിസ്. ഇതാണ് ഇതിൻ്റെ പ്രൂഫ്. വളരെ ഈസി പ്രൂഫാണ്. ജസ്റ്റ് നിങ്ങൾ അതൊന്ന് എഴുതി പഠിച്ചാൽ മാത്രം മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഷോ ദാറ്റ് യൂണിയൻ ഓഫ് ടു സബ് ലാറ്റിസസ് നീഡ് നോട്ട് ബി എ സബ് ലാറ്റിസ്. അതായത് രണ്ട് സബ് ലാറ്റിസുകളുടെ യൂണിയൻ ഒരു സബ് ലാറ്റിസ് ആവണമെന്ന് നിർബന്ധമില്ല. നീഡ് നോട്ട് ബി എന്ന് പറഞ്ഞാൽ നിർബന്ധമില്ല എന്നാണ്. അതായത് ഉറപ്പായിട്ടാവില്ല എന്നല്ല, ചില സാഹചര്യങ്ങളിൽ ആവാതിരിക്കാം എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഈ എക്സാമ്പിളിൽ യൂണിയൻ സബ് ലാറ്റിസ് അല്ല എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. അപ്പോൾ നമ്മളൊരു ലാറ്റിസ് എഴുതിയിട്ടുള്ളത് 1 2 3 5 6 10 15 30, അതായത് 30ൻ്റെ ഡിവൈസേഴ്സ് അല്ലേ? 30ൻ്റെ ഡിവൈസേഴ്സിൻ്റെ കളക്ഷനാണിത്. ഇവിടെ ഡിവിസിബിലിറ്റി ആണ് റിലേഷൻ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ഹെസി ഡയഗ്രാം ജസ്റ്റ് നിങ്ങളൊന്ന് വരച്ച് നോക്കിയാൽ കുറേ ഐഡിയ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് ലാറ്റിസ് പറഞ്ഞാലും ജസ്റ്റ് അതിൻ്റെ ഹെസി ഡയഗ്രാം കൂടെ വരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ലാറ്റിസ് എന്ന് പറയുന്നത് ഡിവൈസസ് ഓഫ് 30 ആണ്. ഡിവൈസസ് ഓഫ് 30 ആൻഡ് ഡിവിസിബിലിറ്റി റിലേഷൻ. ഓക്കെ, അവിടെ നമ്മൾ രണ്ട് സബ്സെറ്റുകൾ ഞാൻ എടുത്തു. ഒന്ന് എസും ഒന്ന് ടിയും. എസ്സിൽ 1ഉം 2ഉം ഉണ്ട്, ടിയിൽ 1ഉം 5ഉം ഉണ്ട്. ഇത് രണ്ടും സബ് ലാറ്റിസസ് ആണ്. സബ് ലാറ്റിസസ് ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? 1ൻ്റെയും 2ൻ്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് എടുക്കുക. 1ൻ്റെയും 2ൻ്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് 2 ആണ്. 1ൻ്റെയും 2ൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 1 ആണ്. രണ്ടും എസ്സിനകത്തുണ്ട്. അതുകൊണ്ട് എസ് ഒരു സബ് ലാറ്റിസ് ആണ്. അതുപോലെ 1ൻ്റെയും 5ൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 1 ആണ്. അത് ടിക്കകത്തുണ്ട്. 1ൻ്റെയും 5ൻ്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് 5 ആണ്. അതും ടിക്കകത്തുണ്ട്. അതുകൊണ്ട് ടിയും ഒരു സബ് ലാറ്റിസ് ആണ്. അപ്പോൾ എസും ടിയും രണ്ട് സബ് ലാറ്റിസസ് ആണ്. വാട്ട് അബൌട്ട് എസ് യൂണിയൻ ടി? എസ് യൂണിയൻ ടിയിൽ ആരൊക്കെ ഉണ്ടാവും? 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 5 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 5 ഉണ്ടാവും.
ഇതിൽ 2-ന്റെയും 5-ന്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്താ വരിക? 2-ന്റെയും 5-ന്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്ന് പറയുന്നത് 2 ഡിസ്റ്റങ്ഷൻ 5 ആണ്. 2 ഡിസ്റ്റങ്ഷൻ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2ഉം 5ഉമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ നമ്പർ. 2ഉം 5ഉം റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ നമ്പർ 10 ആണ്. ഓക്കെ, 2ഉം 5ഉം പരസ്പരം റിലേറ്റഡ് അല്ല. ഇവിടെ 1ഉം 5ഉം പരസ്പരം റിലേറ്റഡ് ആണ്. 1 ഈസ് റിലേറ്റഡ് ടു 5 ആണ്. ഓക്കെ, 5 ഈസ് ആൾസോ റിലേറ്റഡ് ടു 5 ആണ്. അതുകൊണ്ട് 5 ആയിരിക്കും. അങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ലീസ്റ്റ് അപ്പർ ബോണ്ട് നോക്കുക. ഓക്കെ, ഇവിടെ 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 5 ആണ്. 2 ഈസ് നോട്ട് റിലേറ്റഡ് ടു 5 ആണ്, കാരണം 2 ഡസ് നോട്ട് ഡിവൈഡ് 5 ആണ്. ഓക്കെ, അപ്പോൾ 2 ഡിസ്റ്റങ്ഷൻ 5 എന്ന് പറയുന്നത് 10 ആയിരിക്കും. 10 എവിടെ ഇല്ല? 10 എസ് യൂണിയൻ ടിയിൽ ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എസ് യൂണിയൻ ടി എന്നല്ല ഒരു സബ് ലാറ്റിസ് അല്ല. കാരണം 2-ന്റെയും 5-ന്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് എസ് യൂണിയൻ ടിയിൽ ഇല്ല. എസ് യൂണിയൻ ടി സബ് ലാറ്റിസ് ആവണമെങ്കിൽ എസ് യൂണിയൻ ടിയിൽ ഏത് രണ്ട് നമ്പേഴ്സ് എടുത്താലും അത് തമ്മിലുള്ള ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും അതിനകത്ത് ഉണ്ടാവണം. പക്ഷെ ഇവിടെ 2-ന്റെയും 5-ന്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് അതിനകത്തില്ല. അതുകൊണ്ട് എസ് യൂണിയൻ ടി ഈസ് നോട്ട് എ സബ് ലാറ്റിസ്. അപ്പോൾ ഇവിടെ ഈ സെക്ഷനിൽ നമ്മൾ ഈ ഇന്റർസെക്ഷൻ സബ് ലാറ്റിസ് ആണ്, യൂണിയൻ സബ് ലാറ്റിസ് ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പോൾ എന്താണ് സബ് ലാറ്റിസ് എന്ന് മനസ്സിലാക്കുക. ഒപ്പം തന്നെ ഈ രണ്ട് തിയറംസും അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ സബ് ലാറ്റിസസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രേ ഡിസ്കസ് ചെയ്തു. താങ്ക് യു സോ മച്ച്.